വെൽക്കം ടു പിക്കിൾസ് വേൾഡ്. ഇന്ന് നമുക്കൊരു കരുനാരങ്ങ അച്ചാർ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ നാരങ്ങ കട്ട് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് 2 മണിക്കൂർ നേരത്തേക്ക് ആദ്യമേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിന്ന് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാലും അച്ചാർ പെട്ടെന്ന് ചീത്തയൊന്നും ആവില്ല കേട്ടോ. നല്ലെണ്ണ തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മൾ ഗ്യാസ് കത്തിച്ച് ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, അതിലേക്ക് ഒരു 100 ഗ്രാം വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നപ്പോൾ അതിലേക്ക് ഒരു 5-6 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. പച്ചമുളക് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ അച്ചാറിന്. പിന്നെ അതിന് ശേഷം അതിലേക്ക് ഒരു 50 ഗ്രാം കട്ടക്കായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി മൂത്ത് വന്നപ്പോൾ നല്ലൊരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അതെല്ലാം കൂടി നന്നായി ഒന്ന് മൊരിയിപ്പിച്ചെടുക്കണം കേട്ടോ. ഇതെല്ലാം മൊരിയിപ്പിച്ചെടുത്താൽ മാത്രമേ നമ്മുടെ അച്ചാർ ഒരുപാട് നാൾ കേടുകൂടാതിരിക്കുകയുള്ളൂ. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് അതിൻ്റെ ചൂട് നല്ല ഒന്ന് ആറി പോയതിന് ശേഷം നമ്മളതിലേക്ക് മസാല പൗഡറുകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. മസാല പൗഡറുകൾ ആഡ് ചെയ്യുമ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയും സാധാ നോർമൽ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഒരു 4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം, കാരണം നമ്മൾ നാരങ്ങയിലും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു 1/4 സ്പൂണോളം വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓണാക്കി ചെറിയ തീയിലിട്ടിട്ട് നന്നായി ഒന്ന് പൗഡറുകളൊക്കെ ഒന്ന് മൊരിയിപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായി മൂത്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾ വിനാഗിരി ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഒരു 300 മില്ലി വിനാഗിരിയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതേ അളവിൽ തന്നെ ഞാൻ ഒരു തിളപ്പിച്ചാറിയ വെള്ളം, ഒരു കപ്പ്, അതേ അളവിൽ തന്നെ ഒരു കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചാൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് ചീത്തയായി പോവും. പിന്നെ അതിന് ശേഷം അത് നന്നായി യോജിപ്പിച്ച് ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. മസാല പൗഡറുകളെല്ലാം നാരങ്ങയ്ക്ക് നന്നായി ഇറങ്ങുന്നവരെ അതിൻ്റെ ഉപ്പും എരിവും എല്ലാം നന്നായി നാരങ്ങയിൽ പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി തിളപ്പിച്ച് കൊടുക്കണം കേട്ടോ. നല്ല തിളച്ച് വെന്തതിന് ശേഷം അതിലേക്ക് ഞാൻ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പഞ്ചസാര നമ്മുടെ അച്ചാറിൻ്റെ എരിവും ഉപ്പും പുളിപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യണതിനും അച്ചാർ കേടുകൂടാതെ ദീർഘനാൾ ഇരിക്കുന്നതിന് നല്ലതാണ് കേട്ടോ. അതിന് ശേഷം ചെറിയ പാക്കറ്റ് കായംപൊടി, ഒരു മണത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാക്കറ്റിൻ്റെ 2 പാക്കറ്റ് കായംപൊടിയും കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഈ ഒരു ഇതിൽ വേണം കേട്ടോ. നന്നായി കുറുകി പോണതിൻ്റെ മുന്നേ നമ്മൾ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കണം. അല്ലെങ്കിൽ ഇരിക്കും തോറും അത് അച്ചാർ സെറ്റായി കുറുകി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. താങ്ക്